അങ്ങനെ ഉറക്കമില്ലാത്ത കുറേ രാത്രികൾ നമുക്ക് സമ്മാനിച്ച IPL 2016 ഇപ്പം 2 മത്സരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുകയാണ്. അപ്പോൾ ഇന്ന് സെമി ഫൈനൽ ക്വാളിഫയർ 2-ൽ ഏറ്റുമുട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനും GT കളാണ്. നമ്മൾ ആസ് എ ചെന്നൈ ഫാൻ എന്ന നിലയിൽ നമുക്ക് വളരെ സന്തോഷമുണ്ടോ എന്ന് വെച്ചാൽ ഒട്ടും സന്തോഷമില്ലാത്തൊരു സീസണാണ് ഈ കടന്നുപോയത്. ഇനിയിപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷം ആസ് എ ചെന്നൈ ഫാൻ എന്ന നിലയിൽ നമുക്ക് സന്തോഷം തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരം രാജസ്ഥാനും SRH തമ്മിലുള്ള മത്സരത്തിൽ SRHന് അടിച്ച വിസിലെല്ലാം അണ്ണാക്കി കിട്ടിയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. അതിപ്പം ഇഷാൻ കിഷൻ ആയാലും ശരി, കാവ്യ ആയാലും ശരി, ഓസ്ട്രേലിയൻ തലയായാലും ശരി, എല്ലാവർക്കും തിരിച്ച് നാളത്തെ കിട്ടിയത് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാ ചെന്നൈ ഫാൻസും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നത്തെ മാച്ചും. അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് പോകുന്നത്. കാരണം ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന നമ്മുടെ രാജകുമാരന് ബേസിക്കലി എന്തായാലും സഞ്ജുവിനോടുള്ള ആ ഒരു ദേഷ്യവും കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ചെന്നൈയോടും സാധാരണ പുള്ളിക്ക് ആ ഒരു ദേഷ്യം വിസിലടിച്ചൊക്കെ ആയാലും കഴിഞ്ഞ കളിയിലൊക്കെ നമ്മളത് കണ്ടാണ് ആ ഒരു സെലിബ്രേഷനൊക്കെ. അപ്പം അതിനെല്ലാം തിരിച്ച് 15 വയസ്സുകാരൻ പയ്യൻ തിരിച്ചു കൊടുക്കും എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് ഞങ്ങളെല്ലാവരും ആസ് എ ചെന്നൈ ഫാൻ എന്ന നിലയിൽ എല്ലാ ചെന്നൈ ഫാൻസും ആ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ കളിയെ കാണുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു 15 വയസ്സുകാരനെ ചുറ്റിപ്പറ്റി മാത്രം ഒരു ടീം, അതിലേക്കാണ് നമ്മൾ എന്താ പറയുക, ഇത് ആ ഒരു 15 വയസ്സുകാരൻ ഇന്ന് സൂര്യവംശി ഇന്നത്തെ ഇതിൽ എനിക്ക് തോന്നുന്നത് രാജസ്ഥാൻ നമ്മുടെ ആ ഗെയിലിന്റെ 175 ഇന്നെങ്കിലും തകർക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പറ്റാവുന്നത് ഈ മത്സരത്തെങ്കിലും ചെറുക്കാൻ അടിച്ചെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് മുൻതൂക്കം എന്തുകൊണ്ടും രാജസ്ഥാൻ തന്നെയാണ്. സൂര്യവംശിയുടെ ആ ഒരു പോയിന്റിൽ തന്നെ സൂര്യവംശിയിലും ജയ്സ്വാൾ, അത് കഴിഞ്ഞിട്ടാൽ പരാഗാലും ശരി, എല്ലാവരും നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളികളെല്ലാം നമുക്ക് അറിയാം. പക്ഷെ അതുപോലെ തന്നെയാണ് അവരുടെ നമ്മുടെ GT കാര്യം നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ 2-3 വിക്കറ്റ് ആണ് ക്രൂഷ്യലായിട്ടുള്ളത്. കാരണം ഗില്ലും സായി സുദർശനും ഒരു 2020 ഫോർമാറ്റിൽ അല്ലെങ്കിൽ പോലും പയ്യെ സ്കോർ കയറ്റുന്നുണ്ട്. ഒരു 30 ബോളിൽ 50, 55 ആ റേഞ്ചിൽ. പക്ഷെ ഫസ്റ്റ് ബാറ്റിങ് രാജസ്ഥാന് വന്നു കഴിഞ്ഞാൽ ഒരു 250 മേളിലൊരു സ്കോർ GTക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാജസ്ഥാൻ ഈ പ്രാവശ്യം ഫൈനൽ കളിക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സൂര്യവംശിയുടെ വിക്കറ്റിനെ അതിനെ ഡിപ്പെൻഡ് ആയിരിക്കും രാജസ്ഥാൻ്റെ ഇന്നത്തെ ഒരു മത്സരം പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഒരു എന്താ പറയുക, നമുക്ക് ബാംഗ്ലൂരും രാജസ്ഥാനും തമ്മിലൊരു മത്സരം, ഒരു ഫൈനൽ മത്സരം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. പണ്ടായാലും ശരി സഞ്ജുവിൻ്റെ ടീം എന്ന നിലയിൽ രാജസ്ഥാനുള്ള ഒരു അടുപ്പം കൂടുതലാണ് എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതിപ്പോഴും ആ ഒരു രീതി തന്നെ ഉണ്ട്. സഞ്ജു പോയെന്ന് പറഞ്ഞാലും ശരി, ചെന്നൈ ആയാലും ശരി, നമ്മുടെയൊക്കെ ടീം ചെന്നൈ ആണെന്ന്, ഞങ്ങളുടെ ടീം ചെന്നൈ ആണെങ്കിലും ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് തൊട്ട് സഞ്ജു കളിച്ചുകൊണ്ടിരുന്ന ടീം എന്ന നിലയിൽ രാജസ്ഥാനാണ്. രാജസ്ഥാൻ ഈ വർഷം ബാംഗ്ലൂരുമായിട്ടുള്ള ഫൈനൽ എന്തായാലും എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും 7:30 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നോക്കാം. ഓക്കെ.